നിങ്ങളെ ചോദ്യം കൊണ്ട് വെള്ളം കുടിച്ചല്ല കേട്ടോ. ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ കഴിയുന്നല്ലോ എന്നുള്ളതാണ് എന്റെ ആശ്ചര്യം. കോൺഗ്രസിന്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് ആർക്കെതിരെയാണ്? അവിടെ BJPക്കെതിരെയാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം കെ സുരേന്ദ്രൻ വയനാട്ടിൽ അത്രത്തോളം പിൻബലമുള്ള ഒരാളല്ല, BJPക്കും അത്രത്തോളം ഉയരോട്ടമുള്ള സ്ഥലമല്ല വയനാട്, നമുക്കറിയാം. പിന്നീട് അദ്ദേഹം മത്സരിക്കേണ്ടി വരിക CPIയുടെ നേതാവായ ആനി രാജയ്ക്കെതിരെയാണ്. ആനി രാജയ്ക്കെതിരെ, ഒരു ദേശീയ നേതാവിനെതിരെ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഇന്ത്യ മുന്നണിയിൽ കെട്ടുറപ്പിനെ അടക്കമുള്ള കാര്യങ്ങളിൽ കാര്യമായി ബാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേപ്പറ്റി കൃത്യമായൊരു മറുപടി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് കുടുംബത്തിന് അടക്കമുള്ള പ്രശ്നങ്ങളെ പറ്റി കൂടി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഇവിടെ ഈ രാഹുൽ ഗാന്ധി അടക്കം മത്സരിക്കുന്ന വയനാട്ടിലടക്കം താങ്കൾ ഇന്ന് പ്രചാരണത്തിന് ഇറങ്ങുകയാണ് ആദ്യമായിട്ട്. അപ്പൊ ഇത് പറയുമ്പോൾ ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും ഈ ഒരു അതിന്റെ? നിങ്ങളെ ചോദ്യം കൊണ്ട് വെള്ളം കുടിച്ചല്ല കേട്ടോ. ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ കഴിയുന്നല്ലോ എന്നുള്ളതാണ് എന്റെ ആശ്ചര്യം. സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടവരാണല്ലോ നിങ്ങളെല്ലാവരും. അങ്ങനെ മനസ്സിലാക്കിയ ആളായിരിക്കും നിങ്ങളും. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ചോദ്യമാണ് ചോദിക്കാൻ തോന്നിയത്. നമ്മൾ കാണേണ്ട കാര്യം, ഇവിടെ രാഹുൽ ഗാന്ധിയെ പറ്റിയാണല്ലോ പറഞ്ഞത്. ഞങ്ങളിപ്പോൾ അദ്ദേഹത്തെ മത്സരിക്കുന്നു, അദ്ദേഹത്തിനെതിരെ ശക്തമായ മത്സരം ഇവിടെ ഇട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. രാഹുൽ ഗാന്ധിയാണ് ഇവിടെ മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരാണ്? കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രസിഡന്റ് അല്ലേ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി അതേ ഉത്തരം പറയേണ്ടി വരും. പക്ഷേ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം വഹിക്കുന്ന റോള് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ആരെയാ നേരിടുന്നത്? കേരളത്തിൽ വന്ന് സുരേന്ദ്രനെ നേരിടുകയാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, BJPയെ നേരിടാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയാൻ പറ്റും? ഇവിടെ LDF ആണല്ലോ പ്രധാന ശക്തി. LDFനെ നേരിടാനാണല്ലോ വരുന്നത്. അപ്പൊ ഇന്ത്യ എന്ന ഒരു സംവിധാനം രാജ്യത്ത് BJPക്ക് തടസ്സം നിൽക്കാൻ, BJP അധികാരത്തിൽ വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ജനങ്ങൾ രൂപം നൽകിയിരിക്കുന്നു. ആ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആ ഇന്ത്യയുടെ ഭാഗമായുള്ള ഇവിടുത്തെ LDFനെതിരെ മത്സരിക്കാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ അർത്ഥം എന്താണ്? അതല്ലേ ആദ്യം ആലോചിക്കേണ്ടത്. പിന്നെ നമ്മുടെ നാടിന്റെ അനുഭവത്തിൽ ഈ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങള് ഒരു സീറ്റിൽ മാത്രമാണല്ലോ ജയിച്ചിരുന്നത്. അതായിരുന്നു ആലപ്പുഴ സീറ്റ്. മുന്നണി സമവായത്തിൽ പിന്നീട് മാറ്റം വന്നപ്പോൾ കേരള കോൺഗ്രസ് ഞങ്ങളോടൊപ്പമാണ്. ഇപ്പോ 2 സിറ്റിംഗ് MP-മാരാണ് കേരളത്തിലുള്ളത്. ഈ 2 സിറ്റിംഗ് MP-മാരും അപ്പുറത്ത് മഹാഭൂരിപക്ഷം വരുന്ന 18 പേരും. ഇത് ലോക്സഭയിൽ എങ്ങനെയാ പ്രതിഫലിച്ചത്? നമ്മുടെ നാടിന്റെ അനുഭവമില്ലേ? ഇപ്പോ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നേരിടുന്നത് ആനി രാജയാണ്. ആനി രാജ ദേശീയ തലത്തിൽ തന്നെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ നേതാവാണല്ലോ. അവരല്ലേ മണിപ്പൂരിന്റെ കാര്യത്തിൽ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടിരുന്നത്? എന്തിനായിരുന്നു അത്? BJP ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടല്ലേ. അവരുടെ നേതൃത്വത്തിലുള്ള ഫാക്ട് ഫൈൻഡിംഗ് സംവിധാനമല്ലേ അവിടെ എത്ര ക്രിസ്ത്യാനികൾ അതിക്രൂരമായി വേട്ടയാടപ്പെട്ടു എന്ന
അവസ്ഥ പുറത്തു കൊണ്ടുവന്നത്? എന്താണ് രാഹുൽ ഗാന്ധിക്ക് അന്നേരമുള്ള റോൾ അവിടെ? എന്തെങ്കിലും റോള് പറയാനുണ്ടോ ഈ കാര്യത്തിൽ? രാജ്യം കണ്ട ഇതുപോലുള്ള ഒരുപാട് പ്രതിഷേധമുയരുന്ന സംഭവങ്ങൾ വന്നല്ലോ. ആ സംഭവങ്ങളിൽ എല്ലായ്പ്പോഴും ആനി രാജയെ കാണാനുണ്ടല്ലോ. എന്നാൽ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയെ അത്തരം സംഭവങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ? അപ്പോ അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കണോ മത്സരിക്കണ്ടേ എന്നൊക്കെയുള്ള അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതിന്റെ അനൗചിത്യം രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടാതെ ഇത്തരമൊരു നിലപാടിലേക്ക് വന്നു എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ്.